ഹലോ ഡിയേഴ്സ്, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ഞാനും സുഖമായിട്ട് പോണു. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നുമല്ല, ഫ്രൈഡ് റൈസ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കന്, ക്യാബേജ്, പിന്നെ ബീൻസ്, ഒരു ക്യാരറ്റ്, പിന്നെ അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വയ്ക്കുക. ഞാനിപ്പോൾ ഫുള്ള് ക്യാബേജ് ഒന്നും എടുക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ പീസ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ റൈസ് എത്രത്തോളമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വെജിറ്റബിൾസും എടുക്കുക. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് നമുക്കതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് വെക്കണം. അത് ഉപ്പ് കുരുമുളക് ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ചിക്കനും സോയാ സോസ് ഉപ്പ് കുരുമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെക്കുക. പിന്നെ തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗാർലിക് ഇടുക. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഓണിയൻ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക. ക്യാപ്സിക്കൻ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. അതിന് അത്യാവശ്യം വേവ് ഒന്നുമില്ല, അപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. കുറേ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കനിൽ അതുപോലെ മുട്ട റൈസിലെല്ലാം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ക്യാപ്സിക്കൻ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്ക് ആകുമ്പോൾ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച് എഗ്ഗ് ഇതിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം എന്തായാലും മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇടുക. അത് നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ അത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. പിന്നെ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഞാനിത് അതേ സമയം ഇപ്പോൾ റൈസും വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3 കപ്പാണ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് റൈസ് എടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് റൈസ് വേവിക്കുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ കുരുമുളക്, ക്രഷ് ചെയ്യാത്ത കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ആക്കരുത്, ഇതുപോലെ അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ റൈസ് എന്തായാലും പൊട്ടിപ്പോകും. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ഇതാ ഗ്രേവിക്കും വേണ്ടിയിട്ട് സവാള, അതുപോലെ തന്നെ ക്യാപ്സിക്കന്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ടാക്കുക. ഇനി ഇതാ ചിക്കന് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് അതുപോലെ കുരുമുളക് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഞാൻ പിന്നെ ചിക്കൻ മസാല കൂടെ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതാ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തക്കാളി അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ഞാൻ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അതുപോലെ നമ്മൾ ചില്ലി സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സോയാ സോസ് ഒഴിക്കുക. അതൊരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുക. പിന്നെ അതാ കറിക്ക് നല്ല തിക്ക് കിട്ടാനും വേണ്ടിയിട്ട് കോൺഫ്ലവർ മിക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കോൺഫ്ലവർ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കറിക്ക് തിക്കാവണ വരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഒഴിക്കാൻ പാടില്ല. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതേ സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ തന്നെ അതിലോട്ടുള്ള ഗ്രേവിയും തയ്യാറായിട്ടുണ്ട്. ഞാൻ ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ഗ്രേവിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ഗ്രേവി ഒക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സീ യു.